ഹായ് ഡിയേഴ്സ്, നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? ആദ്യം അരി വേവിക്കുകയാണ്. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആദ്യം തിളക്കാൻ വെക്കണം. വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് അതിലേക്ക് അരിയിട്ട് നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. അതൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാബേജും ക്യാരറ്റും കിഴങ്ങും സവോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻസ് വേണം. ചിക്കൻ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് ആദ്യം ഫ്രൈ ചെയ്യുന്ന പാനിൽ ആദ്യം അത് ഫ്രൈ ചെയ്ത് എടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇതിൽ ഞാൻ കുറച്ച് ഓയിലേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. കഴിക്കുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഫ്രൈഡ് റൈസിനല്ലെങ്കിലും കുറച്ച് ഓയിൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ നമ്മൾ പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മളൊരു കോഴിമുട്ട ഒഴിക്കുന്നുണ്ട്. ഇത് 2 ഗ്ലാസ് അരിക്കുള്ള അളവാണ് കേട്ടോ. 2 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ 2 നാഴി അരിക്കുള്ള അളവാണ്. ഇനി മുട്ടയും അതേപോലെ ഇതാക്കി വെച്ചത്. മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ ഇതാക്കി വെച്ചത്, ചിക്കി എടുത്തത്. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാൻ പോകണം. ആദ്യം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് സവോള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഇനി നമ്മൾ ബാക്കി വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നാരങ്ങ നീരും പിന്നെ സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർത്താൽ പറ്റ എന്താ പറയുക, വാടിപ്പോകും. ഇപ്പോൾ ഒന്ന് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വയറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം. ഇപ്പം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ചോറും ഈ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ചെമ്പിൽ കുറച്ച് ചോറിട്ട് കൊടുത്ത് അതിന് മേലെ വെജിറ്റബിൾസ് ഇടുക, വീണ്ടും ചോറിട്ട് കൊടുക്കുക, വീണ്ടും വെജിറ്റബിൾസ് ഇടുക. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ മിക്സാക്കി എടുക്കാൻ സുഖമാണ്. പിന്നെ കൂടുതലിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ വറ്റി മുറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഇളക്കും വേണ്ട, എന്നാൽ എല്ലാം നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കിയാൽ മതി. ചോറ് വേവ് കറക്റ്റായിരിക്കണം. കൂടുതൽ വെന്ത് പോകരുത് അരി, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.